അള്ളാഹു വിലക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞതെല്ലാം പച്ചയായ ശിർക്കാണ്. അല്ലദീ ഹറമഹു അല്ലാഹു തആല വറസൂലുഹു, അള്ളാഹു അത് വിലക്കിയിട്ടുണ്ട്, അള്ളാന്റെ റസൂൽ അത് വിലക്കിയിട്ടുണ്ട്. ലാകിൻ ലിഗലബത്തിൽ ജഹൽ, ഇനിയുള്ളത് നിങ്ങൾ മുകൾ വരട്ടിട്ട് ശ്രദ്ധിക്കും. ഒരു നബിയോട്, ഒരു വലിയനോട്, ഒരു സ്വാലിഹിനോട് ദുആ ചെയ്യുന്നത്, ഇസ്തിഗാസ നടത്തുന്നത്, ഇസ്തിആദ നടത്തുന്നത്, കാക്കണേ, രക്ഷിക്കണേ, കാവൽ തേടണേ, സഹായിക്കണേ എന്നിങ്ങനെ പറയുന്നത് അള്ളാഹു അനുവദിച്ചിട്ടില്ല, അള്ളാഹ് വിലക്കിയിട്ടുണ്ട്. അത് ശിർക്കാണ് എന്ന കാര്യം രേഖയിൽ സ്ഥിരപ്പെട്ടതാണ്, നമുക്ക് കൃത്യമായി രേഖയുള്ള കാര്യമാണ്. ലാകിൻ ലിഗലബത്തിൽ ജഹൽ, പക്ഷേ ജഹ്ല്, അജ്ഞത അത് സമൂഹത്തിൽ വ്യാപിച്ചിട്ടുള്ളത് കാരണത്താൽ വഖില്ലത്തിൽ ഇൽമി ബിആസാരി റിസാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നിട്ടുള്ള ഈ ദൗത്യം അതിന്റെ ആസാറുകൾ, അതിന്റെ രേഖകൾ ഇന്ന് സമൂഹത്തിൽ കുറച്ചു മാത്രമേയുള്ളൂ. മറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വാചകങ്ങൾ അത് സമൂഹത്തിൽ പരന്നു കിടക്കുകയാണ്. റസൂലുള്ള കൊണ്ടുവന്നിട്ടുള്ള അവിടുത്തെ ആസാറുകൾ അത് വളരെ കുറച്ചു മാത്രമേ കേൾക്കുന്നുള്ളൂ. അത് ആസാറുകൾ, റസൂലുള്ളാന്റെ ആസാറുകൾ കുറഞ്ഞു പോവുകയും എന്നാൽ ജഹ്ല് വ്യാപിക്കുകയും ചെയ്തത് കാരണത്താൽ ഫീ കസീരിൻ മിനൽ മുതഅഖിരീൻ, പിൽക്കാലക്കാരിൽപ്പെട്ട ഒട്ടുമിക്ക ആളുകളിലും ലം യകുൻ തക്ഫീറുഹും ബിദാലിക്, അതിനാൽ തന്നെ ഈ കാര്യം ചെയ്തിട്ടുള്ള ഒരാള് കാഫിറാണെന്ന് പറയാൻ പാടില്ല. ഹത്താ യതബയ്യന ലഹും, അവർക്ക് വ്യക്തമായി കൊടുക്കുന്നത് വരെ മാ ജാഅ ബിഹി റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മാ യുഖാലിഫു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ അവരെതിർക്കുന്ന കാര്യങ്ങൾ, അവരതിനെതിരെ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് വ്യക്തമാക്കി കൊടുക്കണം. അല്ലാതെ അവരെ കുറിച്ച് കുഫ്ർ എന്ന് പറയാൻ പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ ക്ലിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു സലഫി പ്രഭാഷകൻ അല്ലെങ്കിൽ പണ്ഡിതൻ എന്ന് പല ആളുകളും പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു മനുഷ്യനാണ് സുബൈർ മൗലവി. സുബൈർ മങ്കട എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ. അദ്ദേഹം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ സംസാരിച്ച അതല്ലെങ്കിൽ പ്രചരിപ്പിച്ച ഒരു വലിയ പിഴവ്, അത് കുഫ്ർ വരെയാകുന്ന, അദ്ദേഹത്തിനെ പോലും മതത്തിൽ നിന്ന് പുറത്താക്കുന്ന വലിയൊരു പിഴവ് അദ്ദേഹം പറയുന്നുണ്ട്. ആ പിഴവ് അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പിഴവ് അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിനെ പോലെ സലഫികളെന്ന് വാദിക്കുന്ന ധാരാളം ആളുകൾക്ക് വന്ന് പെട്ടിട്ടുള്ള ഒരു പിഴവാണ്. ആ പിഴവ് തന്നെ കുഫ്റാണ്. അത് തന്നെ അവരെ പോലുള്ള ആളുകളെ പലരെയും മതത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒരു കാര്യവുമാണ്. അഹ്ലുസുന്നയുടെ മനഹജിനെതിരാണ്, അള്ളാഹു ഖുർആനിൽ ഇറക്കി തന്നതിനെതിരാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെതിരാണ്, സ്വഹാബാക്കളുടെ മനഹജിനെതിരാണ്, അഹ്ലുസുന്നയുടെ ഇമാമികളുടെ മനഹജിനെതിരാണ്. അപ്പോൾ ഇത് എനിക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം ഇത് ചെറിയൊരു കാര്യമല്ല. വിശദീകരിച്ച് നിങ്ങൾക്കിത് ബോധ്യപ്പെടുത്തി തരേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആനിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് ഈ വിഷയം പഠിക്കാൻ സാധിക്കുക. കാരണം ഈ വിഷയത്തിൽ വഴിപിഴച്ച ധാരാളം ആളുകൾ വഴിപിഴക്കാനുള്ള കാരണം നമ്മുടെ നാട്ടിലെ കുബൂരികൾ വഴിപിഴച്ച കാരണം തന്നെയാണ്. അത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ന അസ്ലിനെ, അടിസ്ഥാന പ്രമാണമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകളെ മാറ്റിവെച്ച് പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകളെ അടിസ്ഥാനമാക്കി എടുത്തത് കൊണ്ട് അവർ വഴികേടിലായതാണ്. അള്ളാഹു അവരെ വഴികേടിലാക്കിയതാണ്. കാരണം അള്ളാഹുവിൻ്റെ കലാമാണ് ദീനിൻ്റെ അടിസ്ഥാന പ്രമാണം. ദീനിലെ എന്ത് തീരുമാനവും, എന്ത് അഖീദയും, എന്ത് മനഹജും, എന്ത് നിലപാടും നാം ആദ്യം എടുക്കേണ്ടത് അള്ളാഹു എന്ത് പറഞ്ഞു എന്നതിനെ ആശ്രയിച്ചാണ്. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനി ഔലിയാ. അള്ളാഹു പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നും വന്നതിനെ നിങ്ങൾ പിന്തുടരുക, അവനെ അല്ലാതെ ഒരു രക്ഷാധികാരിയും ഒരു വലിയനെയും ഒരാളെയും നിങ്ങൾ പിൻപറ്റരുത്. ഒരു പണ്ഡിതനെയും നിങ്ങൾ പിൻപറ്റേണ്ട കാര്യമില്ല, ഒരു ഇമാമിനെ നിങ്ങൾ പിൻപറ്റേണ്ട കാര്യമില്ല. ആ ഇമാമോ പണ്ഡിതനോ നിങ്ങളെ പഠിപ്പിച്ചതും പറഞ്ഞതും അള്ളാഹു ഇറക്കി തന്നതിന് എതിരാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ഒരു പക്ഷേ ആ പണ്ഡിതനോ ഇമാമോ പറഞ്ഞത് അള്ളാഹു ഇറക്കി തന്നതിന് എതിരായിരിക്കില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇമാമുകൾ, അഹ്ലുസുന്നയുടെ ഇമാമുകളും അള്ളാഹു പറഞ്ഞതിനെതിരെ സംസാരിച്ചില്ല. പക്ഷേ അവരെഴുതി വെച്ചത് സാധാരണക്കാരായ, അതല്ലെങ്കിൽ ഈവൻ അറബി പോലും അറിയാവുന്ന ആളുകൾക്ക് പോലും ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം അതറിയണമെങ്കിൽ
അവരുടെ വാക്കുകളെ, അവരുടെ ഫത്തുവകളെ, അവരുടെ കിതാബിൽ അവരെഴുതിയതിനെ സ്വതന്ത്രമായി വ്യാഖ്യാനിക്കാതെ അവരെഴുതിയതിനെ അള്ളാഹുവിൻ്റെ ഖുർആൻ മുന്നിൽ വെച്ച് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ വ്യാഖ്യാനിക്കാൻ പറ്റൂ. അങ്ങനെ ആകുമ്പോൾ വഴികേടിലാവില്ല. ഖുർആനിന് അള്ളാഹുവിൻ്റെ സംസാരത്തെ, അള്ളാഹുവിൻ്റെ വാക്കുകളെ മാറ്റിവെച്ചുകൊണ്ട് പണ്ഡിതനോ ഇമാമോ പറഞ്ഞത് സ്വതന്ത്രമായി വ്യാഖ്യാനിക്കുമ്പോൾ വഴികേടിലാവും, കുഫറിൽ വരെ കുഫറിൽ വരെ ചെന്ന് ചാടാം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കുബൂരികൾ കുഫറിലും ഷിർക്കിലുമായി മുശ്രിക്കുകളും കാഫിറുകളുമായി പുറത്തു പോയില്ല. കാരണം അവരെ അഹ്ലുസുന്നയുടെ ഇമാമുകളുടെ കിതാബുകളിൽ നിന്നും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അഹ്ലുസുന്നയുടെ ഇമാമുകൾ ഇസ്തിഗാസ, മരിച്ചവരോടുള്ള പ്രാർത്ഥന ഇസ്തിഗാസ അനുവദനീയമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അത് അവരെ മതത്തിൽ നിന്ന് വരും പുറത്താക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ സുബൈർ മൗലവി പറഞ്ഞ തെറ്റ് എന്താണ്, എന്തുകൊണ്ടാണ് തെറ്റാവുന്നത്, കുഫ്റാവുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് ഇതിൽ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹം തക്ഫീറിൻ്റെ വിഷയത്തിലെടുത്ത ഒരു ക്ലാസ്, അദ്ദേഹം 3 മണിക്കൂർ 4 മണിക്കൂറും എടുത്ത് 2-3 ക്ലാസ്സുകളായി എടുത്ത ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ നിന്നും ഒരു ഭാഗമാണ് നമ്മളെടുത്ത് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ആ ക്ലാസ് മുഴുവൻ കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ, അവരുടെ സൈറ്റിൽ പോയാൽ കിട്ടുകയും ചെയ്യും. അദ്ദേഹം ബേസിക്കലി പറയുന്നത് നമ്മുടെ നാട്ടിലെ സമസ്ത കുബൂരികൾ, അതായത് മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി നേർച്ച ചെയ്യുന്ന, ഇതെല്ലാം മക്കത്തെ മുശ്രിക്കിൻ്റെ കൊടിയ ഷിർക്കുകളാണ്, അഥവാ ബഹുദൈവാരാധനയാണ് എന്ന് അറിയുന്നവരും അംഗീകരിക്കുന്നവരുമാണ് നമ്മുടെ നാട്ടിലെ സലഫികൾ, സുബൈർ മൗലവി അടക്കം. ഇത് തന്നെയാണ് മക്കത്തെ മുശ്രിക്കിൻ്റെ അബൂജഹലിൻ്റെയും കൂട്ടരുടെയും ബഹുദൈവാരാധന. അത് അംഗീകരിക്കും. മരിച്ചവരോട് വിളിച്ച് പ്രാർത്ഥിച്ചത്, മലക്കുകളോടും ജിന്നുകളോടും വിളിച്ച് പ്രാർത്ഥിച്ചത്, ബിംബങ്ങളോട് പ്രാർത്ഥിച്ചത്, അത് തന്നെയാണ് ഏറ്റവും വലിയ ആരാധന. ദുആഉൽ ഇബാദ, ഇതെല്ലാം അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് ഈ പറഞ്ഞവരെല്ലാം. എന്നിട്ടും അദ്ദേഹം പറയുന്നു, അങ്ങനെ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്ന ആളുകളെ നമുക്ക് കാഫിറെന്നോ മുശ്രിക്കെന്നോ പറയാൻ പാടില്ല, നമ്മൾ അത്തരം ആളുകളെ മുസ്ലിം തന്നെ പറയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം പല കാരണങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാരണങ്ങൾ എന്താണ്? അവരെ മുശ്രിക്കെന്നോ കാഫിറെന്നോ പറയണമെങ്കിൽ അവരുടെ മേലിൽ തടസ്സങ്ങൾ നീങ്ങണം, അവരുടെ മേൽ അവരെ മുശ്രിക്കെന്നോ കാഫിറോ പറയാനുള്ള കണ്ടീഷനുകൾ, ഷർത്തുകൾ ഒത്തുവരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പൊന്നു സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒരു മുസ്ലിമും മുവഹിദുമായ ഒരാളിൽ നിന്നും പിന്നെ ഒരു കുഫ്ർ കണ്ടു കഴിഞ്ഞാൽ, അതും ഒരാൾക്ക് പെട്ടെന്ന് വ്യക്തമാവാത്ത രീതിയിലുള്ള കുഫ്റാണെങ്കിൽ, ദീനിലെ അറിയപ്പെടുന്ന മെയിൻ മസ്അലകളിലല്ലാതെ തൗഹീദ്, അതല്ലെങ്കിൽ ഒരു ഹറാമിനെ ഹലാലാക്കുക, നമസ്കാരം പാടില്ല, കള്ള് ഹലാലാണ്, തൗഹീദ് നിർബന്ധമല്ല എന്നീ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അല്ലാതെ, അങ്ങനെയുള്ള മെയിൻ കാര്യങ്ങളല്ലാതെ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം മനസ്സിലാവുന്ന ചെറിയ കാര്യങ്ങളുണ്ട്. മസ്അലത്തുൽ ഖഫിയ എന്ന് പറയും. ഗോപ്യമായ ചെറിയ കാര്യങ്ങളെന്നല്ല, വലിയ കാര്യങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷേ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. അത്തരം കാര്യങ്ങളിൽ മാത്രമാണ് പണ്ഡിതന്മാർ ഈ ഒരാളെ കാഫിർ എന്ന് പറയുന്നതിന് മുമ്പ് അയാൾക്ക് എന്തെങ്കിലും അറിവുകേടോ, ഈ വിഷയത്തിൽ അറിവുകേടോ, അതല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ദുർവ്യാഖ്യാനിച്ച് മറ്റുള്ളവരത് വെച്ച് ദുർവ്യാഖ്യാനിച്ച് പോയതാണോ എന്നുള്ളതിൻ്റെ മനസ്സിലാക്കി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനുള്ളൊരു അവസരം എടുക്കണം. അതാണ് ഈ ഷർത്ത് കൊണ്ടും തടസ്സങ്ങൾ കൊണ്ടും ഒക്കെ അർത്ഥമാക്കുന്നത്. പണ്ഡിതന്മാർ ഇത് എഴുതി വെക്കുമ്പോൾ, ഇത് പണ്ഡിതന്മാർ എഴുതി വെച്ച കാര്യമാണ്. പണ്ഡിതന്മാർ ഇത് എഴുതി വെക്കുമ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടുള്ളത്. അല്ലാതെ ഒരാൾ നേരെ വന്ന് മൊയ്തീൻ ഷേഖെ കാക്കണേ എന്ന് സ്ഥിരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ അയാളെ കാഫിറെന്നോ മുശ്രിക്കെന്നോ പറയാനോ, അയാളെ കാഫിറെന്നോ കാഫിറായോ മുശ്രിക്കായോ കാണാൻ ഈ പറഞ്ഞ കാര്യമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം അയാൾ കാഫിറാണ്, മുശ്രിക്കാണ് എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞതാണ്. കുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, പറയൂ ഹേ കാഫിറുകളെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. ഇത് അള്ളാഹു ഖുർആനിൽ നിന്നും ഇറക്കി തന്ന അള്ളാഹുവിൻ്റെ വചനമാണ്. അള്ളാഹു സ്വയം സംസാരിച്ച വചനമാണത്. അത് അള്ളാഹു എന്താ പറഞ്ഞ, അള്ളാഹു അല്ലാതെ ഒരു സൃഷ്ടിയെ ആരാധിക്കുന്നവൻ അവനോട് പ്രാർത്ഥിക്കുകയോ അവനിൽ നിന്നും ഗുണവും ദോഷം പ്രതീക്ഷിക്കുകയോ അവന് വേണ്ടി നമസ്കരിക്കുകയോ മറ്റ് ഇബാദത്തുകൾ എന്തെങ്കിലും കൊടുക്കുകയോ അവന് വേണ്ടി സുജൂദ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുന്ന ഒരാൾ, അതാരാണെങ്കിലും അയാളുടെ പേര് കാഫിറെന്നും മുശ്രിക്കുമെന്നാണെന്ന് അള്ളാഹു പഠിപ്പിച്ചതാണ്. അള്ളാഹു അവിടെ തടസ്സങ്ങൾ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു അവിടെ കണ്ടീഷൻ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, പറയൂ കാഫിറുകളെ, നിങ്ങൾ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്നില്ല എന്ന് അള്ളാഹ് പറഞ്ഞത്. അപ്പോൾ പണ്ഡിതന്മാരാരും മൊയ്തീൻ ഷേഖിനെ ആരാധിക്കുന്നവനെ, അല്ലെങ്കിൽ ബദരീങ്ങളെ ആരാധിക്കുന്നവനെ, അല്ലെങ്കിൽ ലാത്തെ ആരാധിക്കുന്നവനെ കാഫിറെന്നോ മുശ്രിക്കെന്നോ പറയുന്നതിന് മുമ്പ് പറയാൻ പാടില്ല എന്നും അവൻ്റെ മേലെ ഷർത്ത് നോക്കണം, തടസ്സങ്ങൾ നീക്കണം എന്നൊന്നും പണ്ഡിതന്മാർ പറഞ്ഞില്ല. അത് സുബൈർ മൗലവി ദുർവ്യാഖ്യാനിച്ചതാണ്. സുബൈർ മൗലവിക്ക് അത് അറിയാതെ പറഞ്ഞതാണെങ്കിൽ അദ്ദേഹം അത് മാറ്റണം. അതല്ല, അത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ ദുർവ്യാഖ്യാനിച്ചതാണ് എന്നുണ്ടെങ്കിൽ വലിയ വലിയ അപരാധമാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മേലും അള്ളാഹുവിൻ്റെ മേലും പുള്ളി പറഞ്ഞിരിക്കുന്നത് കളവാണ്. അത് കാരണം തന്നെ അദ്ദേഹം പോലും മതത്തിൽ നിന്ന് പുറത്തു പോയേക്കാം. അദ്ദേഹം ഇത് തിരുത്തേണ്ടതുണ്ട്. ഇത് വിശദീകരിക്കാം. അദ്ദേഹത്തിൻ്റെ ക്ലിപ്പ് നിങ്ങൾ കേൾക്കുകയും വേണം.
അദ്ദേഹം പറയുന്നത്, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ, സപ്പോസ് നമ്മളെ നാട്ടിലെ സമസ്ത മുസ്ലിയാക്കളെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ, അയാൾക്ക് അറബി അറിയുമെങ്കിലും അയാൾക്ക് ദീനിൻ്റെ കാര്യങ്ങളെല്ലാം അറിയുമെങ്കിലും, നമ്മുടെ നാട്ടിലെ സമസ്തക്കാർക്കും മുസ്ലിയാക്കന്മാർക്കോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ആർക്കെങ്കിലും ഖുർആൻ കിട്ടാത്തതുണ്ടോ? അള്ളാഹുവിൻ്റെ സംസാരമല്ലേ ഖുർആൻ. ഖുർആൻ കയ്യിലുണ്ട്, ഖുർആൻ പരിഭാഷയുണ്ട്, മൊബൈലിൽ പോലും ഖുർആൻ പരിഭാഷയുണ്ട്. അവർ ഖുർആൻ പഠിക്കുന്നില്ല, അവർ ഖുർആൻ പഠിച്ചവർ പോലും അത് സ്വീകരിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, നിങ്ങൾ സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും അവർ മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് നമുക്ക് അറിവില്ലാതെ അയാൾ ചെയ്തതെന്ന് പറഞ്ഞത്? സുബൈർ മൗലവി പറയുന്നതാണ്, ഇവർക്ക് ജഹലുണ്ട്. ജഹൽ എന്ന് പറഞ്ഞാൽ അറിവുകേട്. അദ്ദേഹം പറഞ്ഞത്, ജഹലെന്ന് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുമ്പോൾ അത് ഖുർആൻ കിട്ടിയിട്ടും ഖുർആൻ അറിഞ്ഞിട്ടും സലഫികളിൽ നിന്ന് തൗഹീദിൻ്റെ ദാവത്തെല്ലാം കിട്ടിയിട്ടും അത് സ്വീകരിക്കാത്ത ഒരാൾക്ക് ജഹലുണ്ട് എന്നല്ല പറയാം. അങ്ങനെയുള്ള ജഹലല്ല പണ്ഡിതന്മാർ പറയും. ജഹൽ എന്ന് പറഞ്ഞാൽ അത് റിസാലത്ത്, അതല്ലെങ്കിൽ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീൻ എന്താണ് എന്നറിയാത്ത ആളുകളെ അവരെയാണ് ജഹലുള്ളവർ എന്ന് പറയാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുള്ള ഒരു ജാഹിലിയ കാലഘട്ടം, അത് ജഹലിൻ്റെ കാലഘട്ടം. അന്നെന്താണ് തൗഹീദിൻ്റെ ആ സന്ദേശം എന്ന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം അത് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. റസൂലിനെ കുറിച്ച് കേട്ടവർ, അള്ളാഹുവിൻ്റെ ഖുർആനിനെ കുറിച്ച് കേട്ടവർ, അത് കയ്യിലുള്ളവർ, അവർക്ക് ജഹലുണ്ട് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അവർക്ക് ജഹലുണ്ട് എന്ന് വാദിക്കുന്ന ഒരാൾ എന്താണ് വാദിക്കുന്നത്? അള്ളാഹു ഈ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ല എന്ന്. സുബ്ഹാനൽ ഖാലിഖ്. ആ വാദം പോലും കുഫ്റാണ്. കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞ എത്രയോ ആയത്തുകൾക്കെതിരാണ് ഈ വാദം. അള്ളാഹു ഖുർആൻ എത്തിച്ചു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിച്ചു കൊടുത്തു, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന് പറഞ്ഞു കൊടുത്താൽ ജഹല് മാറി. ഖുർആൻ കാണാപാഠം പഠിക്കണം നിർബന്ധമൊന്നുമില്ല, ജഹല് മാറി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടു, മാമിൻ ആദിൻ, ജൂത നസാറാക്കളിൽപ്പെട്ട ആരെങ്കിലും എൻ്റെ നാമം കേട്ടാൽ പോലും ജൂത നസാറാക്കൾ എന്നെക്കുറിച്ച് എന്നിൽ വിശ്വസിച്ചിരിക്കണം, ഇല്ലെങ്കിൽ അവർ നരകത്തിൽ പോകുന്ന. ജൂത നസാറാക്കൾക്ക് റസൂലിൻ്റെ പേര് കേട്ടാൽ മതി, അവർ റസൂലിനെ വിശ്വസിച്ചിരിക്കണം, ഇല്ലെങ്കിൽ അവർ നരകത്ത് പോകുന്ന. നമുക്ക് ഖുർആൻ കിട്ടി, റസൂലിനെ കുറിച്ച് കേട്ടു, എല്ലാവർക്കും ഹുജ്ജത്തായി, എല്ലാവരുടെ മേലും ഹുജ്ജത്തായി. അത് അള്ളാഹു പറഞ്ഞാണ്, റസൂൽ വന്നാൽ, ഖുർആൻ വന്നാൽ ഹുജ്ജത്തായി. ഹുജ്ജത്ത് എന്ന് പറഞ്ഞാൽ ന്യായം. എന്തിനുള്ള ന്യായം? അയാളെ ശിക്ഷിക്കാനുള്ള ന്യായം. അള്ളാഹു ശിക്ഷിക്കുന്നതിനുള്ള ന്യായമായി, ദുനിയാവിലാണെങ്കിലും അയാളുടെ മേലിൽ ശിക്ഷ സ്ഥിരപ്പെടുന്നതിനുള്ള ന്യായമായി, റുസൂലൻ മുബശ്ശിരീന വ മുൻസിരീന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തൻ ബഅദ റുസുൽ. അള്ളാഹു പറയാണ്, മുർസലീങ്ങൾ, സന്തോഷവാർത്ത നൽകുന്നവരും താക്കീത് നൽകുന്നവരുമായ മുർസലീങ്ങൾ അള്ളാഹു അയച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ മേലിൽ അള്ളാഹുവിനെതിരെ ഒരു ന്യായമില്ലാതിരിക്കാൻ. ജനങ്ങൾ അള്ളാഹു ശിക്ഷിച്ചാൽ ജനങ്ങൾ ചോദിക്കും, എന്തിനാണ് റബ്ബെ ഞങ്ങളെ ശിക്ഷിക്കുന്നത്, എന്ത് ന്യായമാണുള്ളത്? അള്ളാഹു അയച്ചു തന്നില്ല. അള്ളാഹു പറയും, നിങ്ങൾക്ക് ഞാൻ മുർസലീങ്ങൾ അയച്ചു തന്നില്ലേ? ഇത്തരം രീതിയിലുള്ള എത്രയോ ആയത്തുകളുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഖുർആൻ തന്നില്ലേ? അലം യഅതികും റസൂലും മിൻകും യഖുസ്സൂന അലൈക്കും ആയാതി റബ്ബിക്കും വയൻജുറൂനകും ലിഖാ യൗമിക്കും ഹാദാ. അങ്ങനെ എത്ര ആയത്തുകളുണ്ട്. നിങ്ങളിൽ നിന്നൊരു റസൂൽ വന്നില്ലേ? നിങ്ങൾക്ക് ഈ ഇന്നേ ദിവസത്തെക്കുറിച്ച് താക്കീത് നൽകുന്ന റസൂൽ വന്നില്ലേ? എന്നെ മാത്രമേ ആരാധിക്കാൻ പാടൂ. അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനല്ലാതെ ആരാധിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ വന്നില്ലേ? ലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ, നിങ്ങൾ അല്ലാഹുവിനോട് കൂടെ മറ്റൊരു ഇലാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് റസൂൽ വന്നില്ലേ? വന്നു, എല്ലാവർക്കും വന്നു, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് വന്നു. പിന്നെ എങ്ങനെയാണ് സുബൈർ മൗലവി ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ മുശ്രിക്കെന്നോ കാഫിറെന്നോ അയാളെ പറയാൻ പറ്റില്ല, അയാളെ മുസ്ലിം എന്ന് തന്നെ പറയണമെന്ന് നിങ്ങളുടെ ഈ പിഴച്ചവാദം എങ്ങനെയാണ് ന്യായീകരിക്കപ്പെടുന്നത്? അതെങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ദീനിലുള്ളതാകുന്നത് എന്ന് നിങ്ങൾ പഠിപ്പിച്ചു തരണം. ജനങ്ങൾക്ക് ഇതിനുള്ള മറുപടി നിങ്ങൾ കൊടുക്കണം, നിങ്ങൾ അനുയായികൾക്ക് നിങ്ങൾ ഇതിനുള്ള മറുപടി കൊടുക്കണം. അള്ളാഹു പറഞ്ഞതാണ് ഖുർആനിലെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അദ്ദേഹം അള്ളാഹു പറയുകയാണ്, കാഫിറുകളെ നിങ്ങൾ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നില്ല എന്ന് സുബൈർ മൗലവിനോട് അള്ളാഹു പറയണേ. സുബൈർ മൗലവിനോട് അള്ളാഹ് പറയണേ, കുൽ പറയൂ കാഫിറെ, നീ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കില്ല. ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനോട് സുബൈർ മൗലവിക്ക് പറയാം, കാഫിറെ നീ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നില്ല എന്ന്. അതിന് ബദരീങ്ങൾ ആരാധിക്കുന്നവന് അവനിന് ജാഹിലാണോ, അവനിന് വ്യാഖ്യാനത്തിൻ്റെ പ്രശ്നമുണ്ടോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല സുബൈർ മൗലവി. അങ്ങനെ ഒരു കണ്ടീഷൻ അള്ളാഹു വെച്ചിട്ടില്ല. അത് നിങ്ങൾ പണ്ഡിതന്മാർ വേറെ വിഷയത്തിൽ എഴുതിയതെടുത്ത് ദുർവ്യാഖ്യാനിച്ച് കുബൂരികൾ ചെയ്യുന്ന പോലെ കുബൂരികൾ ചെയ്യുന്ന പരിപാടി എടുത്ത് നിങ്ങൾ സമസ്തക്കാരെ മുസ്ലിം ആക്കിയതാണ്. അത് നിങ്ങൾക്ക് സമസ്തക്കാരെ മുസ്ലിമാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതെന്ത് കാരണമാണെന്ന് നിങ്ങൾക്കും പഠിച്ചോന്നറിയാം. ആ കാരണം കൊണ്ട് നിങ്ങൾ തന്നെ പുറത്തു പോകും. അത് നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പോൾ പറഞ്ഞു വരുന്നത്, സുബൈർ മൗലവിയോട് പോലും അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനെ കാഫിറെന്ന് അഭിസംബോധന ചെയ്യാനാണ്. പിന്നെ എങ്ങനെയാണ് സുബൈർ മൗലവി അയാളെ മുസ്ലിം എന്ന് വിളിക്കുക? അത് അനുവദനീയമല്ല. അദ്ദേഹം സുബൈർ മൗലവിയുടെ ക്ലിപ്പ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 ക്ലിപ്പുകളുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചത്, രണ്ടും കുറച്ച് കൂടുതലാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഒരു ഇബാറത്ത് എടുത്തിട്ട് അദ്ദേഹം അതിനെ ദുർവ്യാഖ്യാനിക്കുകയാണ്. ആ ഇബാറത്ത് വായിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഒരിക്കലും ഇങ്ങനെ മരിച്ചവരോട് ഇസ്തിഗാസ ചെയ്യുന്ന ആളുകളെ കാഫിറെന്ന് പറഞ്ഞിട്ടില്ല, അവരെ മുസ്ലിമെന്ന്. അതുകൊണ്ട് കാഫിറെന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ മുസ്ലിമാണല്ലോ. ബനി ആദമിൽ കിസ്മും സാലിസില്ല. ബനി ആദമിൽ ആദമിൻ്റെ മക്കളിൽ 2 തരം ആളുകളേ ഉള്ളൂ, ഒന്നെങ്കിൽ കാഫിർ അല്ലെങ്കിൽ മുഅ്മിന്. അത് അള്ളാഹു പറഞ്ഞു, ഹുവല്ലദീ ഖലഖക്കും ഫമിൻകും കാഫിറും വമിൻകും മുഅ്മിനും. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞാണ് സുബ്ഹാനഹു വ തആല, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളിൽ കാഫിറുണ്ട്, നിങ്ങളിൽ മുഅ്മിനുണ്ട്, വേറെ മൂന്നാമതൊരാളില്ല. മുനാഫിക്കും കാഫിറാണ്. ഒന്നെങ്കിൽ മുഅ്മിൻ അല്ലെങ്കിൽ കാഫിർ, ഒന്നെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ മുശ്രിക്. മുസ്ലിം എന്ന് പറയുമ്പോൾ തൗഹീദ് അംഗീകരിച്ച ഏകദൈവാരാധകൻ. മുശ്രിക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനല്ലാതെ സൃഷ്ടികളെ ആരാധിക്കുന്ന ബഹുദൈവാരാധകൻ. തൗഹീദ് അംഗീകരിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന മുസ്ലിമാണ് മുസ്ലിം. അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് ബദരീങ്ങളെയും മൊയ്തീൻ ഷെയ്ഖിനെയും വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരിൽ നിന്ന് ഗുണവും ദോഷവും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവനാണ് മുശ്രിക്, ബഹുദൈവാരാധകൻ. സുബൈർ മൗലവിയുടെ വാദപ്രകാരം നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ ബദരീങ്ങളെയും മൊയ്തീൻ ഷെയ്ഖിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും മുശ്രിക്കുകളല്ല, ബഹുദൈവാരാധകരല്ല. അവരൊക്കെ മുസ്ലിങ്ങളാണ്. കാരണം അവരെ പേരിൽ ഹുജ്ജത്തായിട്ടില്ല. അവരെ നേരിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ധാരാളം കണ്ടീഷൻ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ല സുബൈർ മൗലവി. ഷിർക്ക് ചെയ്യുന്ന ബഹുദൈവാരാധകനെ അവൻ ഇനി മുസ്ലിമാണെന്ന് വാദിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും ഒക്കെ അവൻ മുശ്രിക്കാണ്, അവനെ കാഫിറാണ്. അവനെ നിങ്ങൾ മുശ്രിക്കെന്നോ കാഫിറെന്നോ പറയുകയോ അവനെ പറയാതിരിക്കുകയോ അവനെ നിങ്ങൾ മുസ്ലിമാക്കുകയോ ചെയ്താൽ നിങ്ങൾ പോലും അവനെ പോലെ കാഫിറും മുശ്രിക്കുമാവും. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് നിങ്ങളെ പഠിപ്പിച്ചത്. മല്ലം യുകഫിറൽ മുശ്രിക്കീന ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫറ. നിങ്ങൾ പോലും നിങ്ങളെ പല സ്ഥലങ്ങളും എഴുതി വെച്ചതാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ കിതാബ് പഠിച്ചാണല്ലേ. ആരാണോ മുശ്രിക്കിനെ കാഫിറാക്കാത്തത്, അതല്ലെങ്കിൽ അവനെ കുഫ്റിൽ സംശയിച്ചത്, അതല്ലെങ്കിൽ അവൻ്റെ മാർഗത്തെ ശരിയായി കണ്ടത്, അവനും കഫറ, അവൻ കുഫ്റിലായിരിക്കുന്നു. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ വാക്കെടുത്തിട്ട് എങ്ങനെയാണ് സുബൈർ മൗലവി അതിനെ ദുർവ്യാഖ്യാനിച്ചത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കിതാബ് ഇസ്തിഗാസ ഫീ റദ്ദ് അലൽ ബക്കരി എന്ന് പറഞ്ഞ കിതാബിൽ നിന്നും എടുത്തിട്ടൊരു ഭാഗം അദ്ദേഹം വായിക്കുന്നുണ്ട്. അതിൻ്റെ ക്ലിപ്പ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഫൈന ബാദ മാരിഫത മാ ജാഅ ബി റസൂൽ നഅലം ബിൽ ദുറൂറ അന്നഹു ലം യശ്റ ലി ഉമ്മതി അൻ യദൂ അഹദൻ മിനൽ അംവാതി വൽ അംബിയ വലാ സ്വാലിഹീന വലാ ഗൈരിഹിം. അതായത് അദ്ദേഹം പറയുകയാണ്, ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുകയാണ്. അതിൽ എഴുതിയത് അദ്ദേഹം വായിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഷെയ്ഖുൽ ഇസ്ലാം എഴുതിയതാണ് ഈ വായിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീനിൽ പിന്നെ മയ്യത്തുകളോടോ സ്വാലിഹീങ്ങളോടോ അമ്പിയാക്കളോടോ ദുആ ചെയ്യുന്നത് ഒരിക്കലും ഷർആക്കിയിട്ടില്ല. ബിലഫ്ൽ ഇസ്തിഗാസ വലാ ബിഗൈരിഹ. ഇസ്തിഗാസ എന്ന വാക്കുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ, വലാ ബിലഫ്ൽ ഇസ്തിയാദ, അതല്ലെങ്കിൽ ഇസ്തിയാദ പോലെ, വലാ ബിഗൈരിഹ, അതല്ലാതെ മറ്റെന്തെങ്കിലുമായോ. കമ അന്നഹു ലം യശ്റ ലി ഉമ്മത്തി സുജൂദ് ലി മയ്യിത്തിൻ വലാ ഇലാ മയ്യിത്തി വനഹു സാലിക. മയ്യത്തുകൾക്ക് സുജൂദ് ചെയ്യുന്നത് നിയമമാക്കാത്തതുപോലെ മയ്യത്തുകളോട് ഏതെങ്കിലും രീതിയിൽ ഇസ്തിയാദ എന്നോ ഇസ്തിയാന എന്നോ ഇസ്തിഗാസ എന്ന ദുആ എന്നോ ഏതെങ്കിലും ഒരു പേരിൽ മയ്യത്തുകൾ വിളിച്ച് പ്രാർത്ഥിക്കലും അനുവദനീയമാക്കിയിട്ടില്ല ദീനുൽ ഇസ്ലാം. ബൽ നഅലം, പക്ഷേ നമുക്കറിയാം അന്നഹു നഹിയ അൻ കുല്ലി ഹാദിൽ ഹുമൂർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം വിലക്കിയിട്ടുണ്ട്. വ അന്ന സാലിക മിന ശിർക്ക് അല്ലസീ ഹറമഹു അല്ലാഹു വറസൂലുഹു. എന്നാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം റസൂൽ വിലക്കുകയും ആ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹും റസൂലും നിഷേധിച്ച പാടില്ല എന്ന് പറഞ്ഞ ഷിർക്കുമാണ്, ഷിർക്ക് ബഹുദൈവാരാധനയുമാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം എഴുതിയത് വീണ്ടും സുബൈർ മൗലവി വായിക്കാണ്. ഷെയ്ഖുൽ ഇസ്ലാം എഴുതിയത് എന്താണ്? വായിക്കാം. ലാക്കിൻ ലി ഗലബത്തിൽ ജഹൽ. എന്നാൽ ജഹൽ മൂടപ്പെട്ടത് കാരണം, ജഹൽ അറിവില്ലായ്മ മൂടപ്പെട്ടത് കാരണം, വക്കില്ലത്തിൽ ഇൽമി ബി ആസാർ റിസാലത്തി ഫി കസീർ മിനൽ മുതഖിരീൻ. പിൻകാലത്ത് വന്ന ആളുകളിൽ റിസാലത്തിൻ്റെ, അതായത് ഖുർആനിൻ്റെ, റിസാലത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, ശേഷം സുന്നത്താണ്. ഈ റിസാലത്തിൻ്റെ സന്ദേശത്തിൻ്റെ ആസാറുകൾ, അതായത് റിസാലത്തിൻ്റെ അസറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനും സുന്നത്തും. റിസാലത്തിൻ്റെ അസറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനും സുന്നത്തും എത്തപ്പെടുക എന്നുള്ളതാണ്.
കില്ലത്തിൽ ഇൽമി ബിആസാരി റിസാലത ഫി കസീറിൻ മിനൽ മുതഅഖിരീൻ. പിൽക്കാലത്ത് വന്ന ആളുകളിൽ റിസാലത്തിൻ്റെ അസറുകൾ, അതിൻ്റെ അതായത് ഖുർആനും സുന്നത്തിനെ കുറിച്ചുള്ള അറിവ് ഇല്ലാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ പറ്റെ കുറവായതുകൊണ്ട് ലം യുംകിൻ തക്ഫീറുഹും ബിസാലിക ഹത്താ യതബയ്യന ലഹും മാ ജാഅ ബിഹി റസൂൽ മിമ്മാ യുഖാലിഫു. അങ്ങനെ ഈ അറിവില്ലായ്മ, ജഹാലത്ത് ഉള്ളത് കൊണ്ടും ജനങ്ങൾക്ക് റിസാലത്ത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ഖുർആനിലുള്ളത് എന്താണ് എന്നറിയാത്തത് കൊണ്ടും അതിൻ്റെ അറിവില്ലാത്തത് കൊണ്ടും പറ്റെ കുറവായതുകൊണ്ടും ജനങ്ങളെ തക്ഫീർ ചെയ്യുന്നത് സാധ്യമല്ല. ഹത്താ യതബയ്യന ലഹും, അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നവരെ ഏത് കാര്യത്തിലാണ് അവർ റസൂലിന് എതിര് നിന്നത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആന് എതിര് നിന്നത് എന്നത് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് വരെ അവരെ തക്ഫീർ ചെയ്യൽ അനുവദനീയമല്ല, അവരെ കാഫിറാക്കൽ അനുവദനീയമല്ല എന്നാണ് അദ്ദേഹം അതിൽ അർത്ഥം വെച്ചിരിക്കുന്നത്. ആ അർത്ഥം വെച്ചത് തെറ്റല്ല, പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുത്ത് വ്യാഖ്യാനിച്ചു കൊടുത്തൊരു തെറ്റുണ്ട്. എന്താണ് ലം യുംകിൻ തക്ഫീറും ബിസാലിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം വിചാരിച്ചു കാഫിറാക്കാൻ പാടില്ല, തക്ഫീർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞപ്പോൾ സുബൈർ മൗലവി എന്ത് വിചാരിച്ചു, മയ്യത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന് ഇൽമില്ലാത്തതുകൊണ്ടും ഖുർആൻ്റെ സന്ദേശം കിട്ടാത്തതുകൊണ്ടും എന്ത് ചെയ്യുക, അയാളെ മുസ്ലിമായിട്ട് തന്നെ കൂട്ടാം, അയാളെ കാഫിറാക്കാൻ പാടില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. കാഫിറാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായി, മുസ്ലിമായല്ലോ. ഒരാൾ കാഫിറായില്ലെങ്കിൽ പിന്നെ മുസ്ലിമായി. അപ്പോൾ അതുകൊണ്ട് കാഫിറാക്കാൻ പാടില്ല എന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞതുകൊണ്ട് മുസ്ലിമായി. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ സമസ്തക്കാരും എന്തായി, മുസ്ലിമായി. സുഹൃത്തുക്കളെ, ഇതാണ് കുബൂരികളുടെ പരിപാടിയാണ് അദ്ദേഹം ഇവിടെ എടുത്തിട്ടുള്ളത്. ഇമാമിയങ്ങൾ എഴുതിയത് സ്വന്തമായിട്ട് അങ്ങോട്ട് ദുർവ്യാഖ്യാനിക്കുക, അങ്ങനെ പറ്റൂല. അത് അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കണം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കാഫിറാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മരിച്ചവർ മുശ്രിക്കുകളും കാഫിറുകളാണെന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ അദ്ദേഹത്തിന് കാണാൻ പറ്റും. അതെന്താ പറയാത്തത് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹത്തിന് എന്തോ ഗൂഢ അജണ്ട ഉണ്ട്. അത് നമുക്ക് വായിക്കാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മരിച്ചവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞ് നമുക്ക് രണ്ടാമത് വായിക്കാം. ആദ്യം ഇതിലൊന്നുകൂടി അദ്ദേഹം വായിച്ചതുപോലും അദ്ദേഹത്തിന് സമസ്തക്കാരനെ മുസ്ലിമായിട്ട് അംഗീകരിക്കാനുള്ള തെളിവല്ല എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ഷെയ്ഖുൽ ഇസ്ലാം എന്താണ് പറയുന്നത്? ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് എന്താണ്? ലാക്കിൻലി ഗലബത്തുൽ ജഹല്. അത് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കാലഘട്ടത്തെ കാര്യം പറഞ്ഞിട്ട്, അതായത് ഇന്നത്തെ കാര്യമല്ലേ പറഞ്ഞത്. 750-800 വർഷങ്ങൾക്ക് മുമ്പാണ് ഇബ്നു തൈമിയ്യ ജീവിച്ചത്. ദമാസ്കസിൻ്റെ അവിടെയുള്ള മരുഭൂമി, അവിടെ ബാക്കിയുള്ള ഭാഗം ദമാസ്കസ് പട്ടണം ഒഴികെ ബാക്കിയുള്ള മരുഭൂമിയുടെ പ്രദേശങ്ങളാണ് അവിടെയൊക്കെ. അവിടെയുള്ള ആളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ ഇന്നത്തെ പോലെ ഈ ഖുർആൻ്റെ സന്ദേശം എത്തപ്പെട്ടിട്ടുണ്ടോ? അവിടെ പട്ടണങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഉണ്ടാവാം, പക്ഷെ അത് എത്തപ്പെടാത്ത ധാരാളം ആളുകളുണ്ടായിരുന്നു. ഇബ്നു തൈമിയ്യയുടെ കാലത്തും ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ കാലഘട്ടത്തിലും ധാരാളം ആളുകൾ ദൂരെയും അവിടെയും ഇവിടെയും കിടക്കുന്ന മരുഭൂമിയിലൊക്കെ കിടക്കുന്ന ആളുകൾക്ക്, ധാരാളം ആളുകൾക്ക് റിസാലത്തിൻ്റെ സന്ദേശം കിട്ടിയിട്ടില്ല. ഇന്നത്തെ കാലമല്ല അന്നത്തെ കാലം, അതുകൂടി മനസ്സിലാക്കണം. ഇത് ഇന്നത്തെ കാലത്ത്, നമ്മളെ കാലത്തെ ആളുകൾക്ക് വേണ്ടി ഇബ്നു തൈമിയ്യ ഇറക്കിയ ഫത്വല്ല. 800 വർഷം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ വരാൻ പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇറക്കിയ ഫത്വ അല്ലത്. അതും കൂടി അദ്ദേഹം മനസ്സിലാക്കണം. എന്നാൽ പോലും ഈ ഫത്വ പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും, സുബൈർ മൗലവിക്ക് സമസ്തക്കാരെ മുസ്ലിങ്ങളാക്കാൻ ഇതിൽ തെളിവില്ല. ഈ ഫത്വയിലാണെങ്കിൽ പോലും സുബൈർ മൗലവിക്ക് സമസ്തക്കാരെ മുശ്രിക്കുകളും കാഫിറുമായിട്ട് കാണാനുള്ള തെളിവ് ഇബ്നു തൈമിയ്യ എഴുതി വെച്ചിട്ടുള്ളൂ. അതൊന്നും നമുക്ക് പരിശോധിക്കാം. ലാക്കിൻലി ഗലബത്തിൽ ജഹൽ, പക്ഷേങ്കിൽ ജഹാലത്ത് മൂടപ്പെട്ടത് കാരണം, അതായത് ജഹാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ, തൗഹീദിൻ്റെ അറിവ് കിട്ടാത്തതിനാണ് ജഹാലത്ത് എന്ന് പറയുക. അല്ലാതെ ഖുർആനും തൗഹീദിൻ്റെ അറിവും കിട്ടിയത് അത് സ്വീകരിക്കാതിരിക്കുന്നതിന് ജഹാലത്ത് എന്ന് പറയില്ല, അതിന് കുഫ്ർ എന്നേ പറയുള്ളൂ. അങ്ങനെയുള്ള ആൾ പഠിക്കാതെ ഖുർആനും സുന്നത്തും തൗഹീദിൻ്റെ ദാവത്തും എല്ലാം കിട്ടിയിട്ടും അത് പഠിച്ച് മാറാതെ നിൽക്കുന്ന ആളെ ഒരിക്കലും ജാഹിൽ എന്ന് പറയില്ല. അവനെ മുഅരിദ് കാഫിർ എന്ന് പറയില്ല. മുഅരിദ് കാഫിറാണ്. വല്ലദീന കഫറു അമ്മ ഉൻസിറു മുഅരിദൂൻ. കാഫിറുകൾ അവർക്ക് എന്താണോ താക്കീത് കൊടുത്ത് അതിനെ തൊട്ട് തിരിഞ്ഞു കളയുന്നവരാണ്. സമസ്തക്കാരൻ അതേ പറ്റുള്ളൂ. അവനോട് തൗഹീദിൻ്റെ ദഅവത്ത് നിങ്ങൾ കൊടുക്കുന്നില്ലേ, ജനങ്ങൾ കൊടുക്കുന്നില്ലേ, അവർ തിരിഞ്ഞു കളഞ്ഞു പോവാണ്, അവൻ കാഫിറാണ്. വല്ലദീന കഫറു അമ്മ ഉൻസിറു മുഅരിദൂൻ, അത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാ. കുഫ്റുൽ ഇറാദ് എന്ന് പറഞ്ഞ സംഭവമായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. സുബൈർ മൗലവി അതുകൂടി ഒന്ന് പോയി പഠിക്കണം. പഠിക്കാതെ, തൗഹീദ് പഠിക്കാതെ തിരിഞ്ഞ് മാറി നടന്നവൻ കാഫിറാണ്. അപ്പോൾ ലാക്കിൻലി ഗലബത്തിൽ ജഹൽ എന്ന് ജഹലിനെ കുറിച്ച് ഇബ്നു തൈമിയ്യ പറഞ്ഞ എന്താണ്? നമ്മുടെ നാട്ടിൽ ആ ജഹലില്ല. നമ്മുടെ നാട്ടിൽ ആ ജഹലില്ല. ഇവിടെ ഖുർആനുണ്ട്, സുന്നത്തുണ്ട്, പോരാത്തിന് സലഫികൾ ദാവത്ത് കൊടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ജനങ്ങളുടെ കയ്യിൽ മൊബൈലിൽ വരെ ഖുർആനാണ്, അതും ട്രാൻസ്ലേഷൻ വരെ ഉണ്ട്. അപ്പോൾ ആ ജഹൽ ഇവിടെ ഇല്ല, ജഹൽ നമ്മുടെ നാട്ടിലില്ല. വക്കില്ലത്തിൽ ഇൽമി ബിആസാരി റിസാലത്തിൻ്റെ അസറുകളെക്കുറിച്ചുള്ള അറിവിൻ്റെ ഇല്ലായ്മ,
പറ്റയില്ലായ്മ അല്ലെങ്കിൽ വളരെ കുറച്ചുള്ള സന്ദർഭം അതും ഇവിടെ ഇല്ല. ഇവിടെ എന്തുണ്ട്? ഖുർആനുണ്ട്, ഇവിടെ ദാവത്ത് കിടക്കുന്നത്, രണ്ടും ഒന്നാണ്. ഈ ഗലബത്തിൽ ജഹലും കില്ലത്തിൽ ആസാലും റിസാലും ഒന്നാണ്, രണ്ട് രീതിയിൽ പറഞ്ഞതുള്ളൂ. അപ്പോൾ ഈ സംഭവം നമ്മുടെ നാട്ടിലില്ല. ഇത് ഇബ്നു തൈമിയുടെ കാലത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കും. അത് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി അദ്ദേഹം എഴുതി വെച്ചതാണ്. കസീറുൻ മിനൽ മുതഅഖിരീന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ജീവിച്ചതിന് ശേഷം 700 വർഷക്കാലം വീണ്ടും ലോകം ഉണ്ടാവുമെന്ന് പോലും അദ്ദേഹത്തിന് അറിഞ്ഞിട്ടുണ്ടാവില്ല. 200 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം 200 വർഷത്തിന് ശേഷം ജീവിച്ച സലഫ് ആളുകൾ പോലും, അന്നത്തെ ആളുകൾ പോലും പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടം എത്ര കാലം ഉണ്ടാവും അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞത്. കാരണം അന്നുണ്ട് എല്ലാവരും ഖിയാമത്ത് നാൾ അടുത്തു എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞ കില്ലത്തിൽ ഇൽമും ആസാര റിസാലും അറിവില്ലായ്മൊന്നും നമ്മുടെ നാട്ടിലില്ല. സുബൈർ മൗലവി അതൊന്നും കൊടുത്തുകൊണ്ട് നിങ്ങൾ സമസ്തക്കാരനെ മുസ്ലിമാക്കാൻ ശ്രമിക്കണ്ട. ഈ ഫത്വ എടുത്താൽ തന്നെ ഇതിലെന്താ അദ്ദേഹം പറഞ്ഞത്? അറിവില്ലായ്മയും റിസാലത്തിൻ്റെ സന്ദേശം എത്താത്തത് കൊണ്ട് അവരെ തക്ഫീർ ചെയ്യാൻ പറ്റൂല, അതിനു മുമ്പ് അവർക്ക് വിശദീകരിച്ച് കൊടുക്കണമെന്നാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ റിസാലത്തിൻ്റെ അറിവ് വന്നു. ഇവിടെ ജഹലുണ്ടോ? ഇല്ല. അപ്പോൾ അവരെ തക്ഫീർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്താണ് തടസ്സം? നിങ്ങൾ തക്ഫീർ ചെയ്തേ പറ്റൂ. ഈ ഫത്വ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുബൈർ മൗലവി സമസ്തക്കാരനെ കാഫിറും മുശ്രിക്കുമെന്ന് പറഞ്ഞേ പറ്റൂ. ഒന്നാമതിൽ പറഞ്ഞിരിക്കുന്ന തക്ഫീർ എന്ന് പറഞ്ഞാൽ അവരെ കാഫിറെന്നോ മുശ്രിക്കെന്നോ പേര് കൊടുക്കേണ്ട തക്ഫീറല്ല, അത് ശിക്ഷിക്കാനുള്ള തക്ഫീറാണ്. അത് സുബൈർ മൗലവി മനസ്സിലാക്കണം. ലം യംകിൻ തക്ഫീർ എന്ന് പറഞ്ഞാൽ ഈ ഫത്വയിൽ ഇബ്നു തൈമിയ പറഞ്ഞുള്ളത് ഇവരെ കാഫിർ എന്ന് പറയാൻ പറ്റൂല, വിളിക്കാൻ പറ്റൂല എന്നല്ല. എന്താണ് തക്ഫീർ എന്ന് പറഞ്ഞാൽ? കൂടുതൽ സന്ദർഭങ്ങളിൽ പണ്ഡിതന്മാർ എഴുതുന്ന തക്ഫീർ എന്ന് പറഞ്ഞാൽ അത് ശിക്ഷക്കും പറയും. അത് നിങ്ങൾ മനസ്സിലാക്കണം. തക്ഫീർ ഒരു പണ്ഡിതൻ്റെ ഫത്വ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കിതാബ് വായിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് ഉപയോഗിക്കപ്പെട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒന്നെങ്കിൽ ഒരു കാഫിറെന്ന് പറയുന്നതിനാവാം, അതല്ലെങ്കിൽ ആ കാഫിറിനെ ശിക്ഷിക്കുന്നതിനാവാം. അപ്പോൾ ഇതിൽ പറയുന്നത് ബയാൻ കൊടുത്തിട്ട് തക്ഫീർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ശിക്ഷിക്കുന്നതിന് മുമ്പാണ്, ശിക്ഷക്കുള്ള തക്ഫീറാണ്. കാരണം ആ തക്ഫീർ കഴിഞ്ഞാൽ അയാളുടെ മേലെ ശിക്ഷ സ്ഥിരപ്പെടണം എന്നുണ്ടെങ്കിൽ അയാളുടെ മേലെ ഹുജ്ജത്ത് സ്ഥിരപ്പെടണം. ഹുജ്ജത്ത് എന്താണ്? ന്യായം സ്ഥിരപ്പെടണം. ഹുജ്ജത്ത് എന്താണ്? അള്ളാഹുവിൻ്റെ ഖുർആൻ കേൾക്കുക എന്നുള്ളതാണ്. തൗഹീദിൻ്റെ കാര്യത്തിൽ ഖുർആൻ കേൾക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുക, അള്ളാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കരുത് ആരാധിക്കരുതെന്ന് കേൾക്കുക. അത് കേട്ടാൽ മതി. അത് കേട്ടാൽ ഹുജ്ജത്തായി. അതാ ന്യായമായി. ഹുജ്ജത്ത് എന്ന് പറഞ്ഞാൽ ന്യായം. അതാണ് പറഞ്ഞ ഹുജ്ജത്ത് സ്ഥിരപ്പെടാൻ. ഒരാളുടെ മേലെ ഹുജ്ജത്ത് സ്ഥിരപ്പെടാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ എത്തി അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേട്ടാൽ മതി. അതല്ലെങ്കിൽ അതിലുള്ള ആശയം കേട്ടാൽ പോലും മതി. വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. അതാണ് ഈ ഹുജ്ജത്തിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാ പണ്ഡിതന്മാരും ആദ്യം ഓതുന്ന ആയത്താണിത്. നാം ഒരിക്കലും ഒരു ജനതയെ ശിക്ഷിക്കില്ല. എന്ത്? വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. ഒരു റസൂലിനെ അയച്ചു കൊടുക്കുന്നത് വരെ നാം ആരെയും ശിക്ഷിക്കില്ല എന്നുള്ള പറയുന്നത്. അതാണ് അള്ളാഹു കൊടുത്ത ഉദറാണത്. ആ റസൂല് വന്ന് ഖുർആൻ വന്ന് ദഅവത്ത് കേട്ട് കഴിഞ്ഞാൽ അവരുടെ മേൽ ഹുജ്ജത്തായി. ഇനി ഇതിന് നിങ്ങൾക്ക് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്നെ പറഞ്ഞ തെളിവാണോ? ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ ഹുജ്ജത്തായി എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്നെ പറഞ്ഞ എത്രയോ തെളിവുകൾ നിങ്ങൾക്ക് കിട്ടും. എന്തിനാണ് ഇബ്നു തൈമിയ പറഞ്ഞത് നോക്കുന്നത്? അള്ളാഹു തന്നെ പറഞ്ഞത് റസൂല മുബശ്ശിരീന വമുൻസിരീന. അള്ളാഹു അയച്ച മുർസലീങ്ങൾ അവർ വന്നു കഴിഞ്ഞാൽ റസൂൽ ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മേലെ പിന്നെ ഒരു ന്യായം പറയാൻ അവസരം ഉണ്ടാവില്ല. മുർസലുകൾ വന്നു കഴിഞ്ഞാൽ അലം യഅതികും റസൂലുൻ മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും. നിങ്ങൾക്കൊരു റസൂൽ വന്നില്ലേ? നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചുകൊണ്ട് അള്ളാഹു റസൂലിനെ അയച്ചു. ഹുജ്ജത്തായി. അത് മനസ്സിലാക്കണം. അപ്പോൾ അത് വെച്ച് ഈ ഫത്ത് വെച്ച് തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇബ്നു തൈമിയയുടെ വാദം വെച്ച് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ നാട്ടിലെ സമസ്തക്കാരെ നിങ്ങൾക്ക് മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റില്ല, മുശ്രിക് എന്ന കാഫിർ എന്ന് അവരെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. എന്തിനേറെ എൻ്റെ പൊന്ന് സുബൈർ മൗലവി അല്ലെങ്കിൽ സുബൈർ മൗലവിയുടെ കൂടെ നടക്കുന്ന ജനങ്ങളെ, നമ്മുടെ നാട്ടിലെ കുബൂരി സമസ്തക്കാർ പോലും പറയുന്ന കാര്യമല്ലേ ഞങ്ങളെ മുശ്രിക്കാക്കിയ ആൾ ഇബ്നു തൈമിയയാണ്, ഞങ്ങളെ മുശ്രിക്കാക്കിയ ആൾ ഇബ്നു അബ്ദുൽ വഹാബാണ്. ഇബ്നു തൈമിയ വരുന്നത് വരെ ഞങ്ങളെപ്പോലുള്ള ഇസ്തിഗാസ ചെയ്യുന്ന ഒരാളെയും ഒരു പണ്ഡിതനും ഒരു ഇമാമും മുശ്രിക്കുകളെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തി ഷിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. കുബൂരികൾക്ക് പോലും അറിയാം ഇബ്നു തൈമിയ അവരെ പോലുള്ള ആളുകളെ മുശ്രിക്കുകളും കാഫിറുകളുമാണെന്നാണ് വിളിച്ചിട്ടുള്ളത്. എന്നാൽ സുബൈർ മൗലവി പറയുന്നു സമസ്തക്കാരെപ്പോലുള്ള കുബൂരികളെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ കാഫിർ എന്ന് പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. വല്ലാഹിൽ മുസ്തഹാൻ. എന്തൊരു പച്ചക്കള്ളം! കുബൂരികൾ കാണിക്കുന്ന സത്യസന്ധത പോലും നിങ്ങൾ ഈ വിഷയത്തിൽ കാണിച്ചില്ല എന്ന് പറയേണ്ടി വരും. ഇനി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്നെ ഈ നമ്മുടെ നാട്ടിലെ കുബൂരികളെ പോലുള്ള ആളുകളെ
മുഷിരിക്കെന്ന് വിളിച്ചത് ഞാൻ സുബൈർ മൗലവി കാണിച്ചു തരാം. ഇതേ കിതാബിൽ കിതാബ് റദ്ദ് ഇസ്തിഗാസ ഫി റദ്ദ് അൽ ബഖരി അതിൻ്റെ 305-ാമത്തെ പേജിൽ മക്തബ ഷാമിലിൽ പോയാൽ മതി. 305-ാമത്തെ പേജിൽ നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾക്ക് കാണാം. واخر من عيان شيوخ المتبعين اصحاب الصدق والاجتهاد في عباده والزهد يؤمر المريد اول ما يتوب ان يذهب الى قبر الشيخ فيقف عليه عكوفا اهل التماثيل وجمهور هؤلاء المشركين بالقبور يجدون عند عباده القبور من الرقه والخشوع والدعاء وحضور القلب. ശ്രദ്ധിക്കണം, 305-ാമത്തെ പേജിൽ പറയണേ, മുരീദിനോട് ഈ ഷെയ്ഖുമാരെ കുറിച്ചിട്ട് പറയണം. യമുറുൽ മുരീദിനോട് കൽപ്പിക്കുന്നു, മാ യതൂബു അൻ യസ്ഹബ ഇലാ ഖബറി ഷെയ്ഖ്, ഷെയ്ഖിൻ്റെ ഖബറിലോട്ട് പോകണം. വയഖുഫു അലൈഹി യഖൂഫൻ, അവിടെ പോയിട്ട് ഭജനം ഇരിക്കണം. പിന്നെ എങ്ങനെ യഖൂഫ അഹ്ല തമാസീൽ, ഈ ബിംബാരാധകരൊക്കെ ഭജന ഇരിക്കുന്ന പോലെ ആ ഖബറിൻ്റെ അടുത്ത് പോയി ഇരിക്കണം. വജംഹൂർ ഹൗലായിൽ മുശ്രിക്കീന, ശ്രദ്ധിക്കണം, വജംഹൂർ ഹൗലായിൽ മുശ്രിക്കീൻ, ഈ മുശ്രിക്കുകളിൽപ്പെട്ട കൂടുതൽ പേരും ഈ ഷെയ്ഖിൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയി, നമ്മളെ നാട്ടിലെ സമസ്ത കുബൂരികളുടെ മമ്പർത്തും അവിടെ ഇവിടെ ഖബറിൻ്റെ അടുത്ത് പോയി ഇരിക്കണ്. ഖബറിനോട് പ്രാർത്ഥിച്ചാലും അവിടെ പോയി അവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുമല്ലോ കുറച്ച് നേരം. മമ്പർത്തൊന്ന് പോയിരിക്കുക, CM മടവൂരിൻ്റെ അടുത്തൊന്ന് പോയിരിക്കുക, അവിടെ നിന്ന് സന്ദർശിക്കുക. ആ ഒരു രസം, ആ ഒരു അവർക്ക് അവിടെ വലിയ സമാധാനം കിട്ടും. അതിനാണ് പിന്നെ ഈ ആക്കിഫീന ഫിൽ മസാജി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഐത്തികാഫ് ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഐത്തികാഫ് ഇരിക്കുന്ന പോലെ അവിടെ പോയി ഭജന ഇരിക്കും ഇവർ, മനസ്സിലായ? അവിടെ ഒരു അവർക്കൊരു ഒരു സുഖം കിട്ടും അവിടെ പോയാൽ. അത് ശിർക്കാണ്. അങ്ങനെ അവിടെ പോയി ഷെയ്ഖിൻ്റെ അടുത്ത് പോയി ഭജന ഇരിക്കുന്ന ആളുകളെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്താ പറയുക? ജംഹൂർ ഹൗലായിൽ മുശ്രിക്കീൻ, ഈ കൂട്ടത്തിൽപ്പെട്ട മുശ്രിക്കുകൾ, ഈ മുശ്രിക്കുകളിൽപ്പെട്ട കൂടുതൽ പേരും. അദ്ദേഹം എങ്ങനെയുള്ള ആളുകളെ മുശ്രിക്കുകളെന്ന് വിളിച്ചിട്ടുണ്ട്. നിങ്ങളാണ് പറയുക ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പേരിൽ കള്ളം പറഞ്ഞിട്ട് ഷെയ്ഖുൽ ഇസ്ലാം അങ്ങനത്തെ ആളുകളെ മുശ്രിക്കെന്നോ കാഫിറെന്നോ വിളിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഇബ്നു തൈമിയ്യയുടെ പേരിൽ കള്ളം പറയണേ. ഇബ്നു തൈമിയ്യ അത്ര ആളുകൾ പറഞ്ഞെന്താ? മുശ്രിക്കീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബിൽ കുബൂർ യജിദൂന ഇന്ദ ഇബാദത്തുൽ കുബൂർ, അവർ ഇബാദത്തുൽ കുബൂർ, ഈ ഖബറിനെ ആരാധിക്കുന്നവർ കണ്ടെത്തുന്നു എന്ത്? മിനർ റിഖ്ഖത്തി വൽ ഖുശൂ വദ്ദുആ വനൂറുൽ ഖൽബ്. അവർ പിന്നെ ആ ഖബറിൻ്റെ അടുത്ത് പോലെ ഷെയ്ഖിൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയാൽ ഈ മുശ്രിക്കുകൾക്ക് ഭയങ്കര ഖുശൂ ഒക്കെ കിട്ടുന്ന പറയുന്നത്. ദുആ ചെയ്യുമ്പോഴുള്ള ഖുശൂ കിട്ടും, ഭയങ്കര ഹൃദയ സാന്നിധ്യം കിട്ടും എന്നൊക്കെ പറയും. അങ്ങനത്തെ ആളുകളെ അദ്ദേഹം വിളിച്ചിട്ടുണ്ട് മുശ്രിക്കീന്ന. നിങ്ങളാ വായിച്ച, നിങ്ങൾ ദുർവ്യാഖ്യാനിച്ച ഇബാറത്തുള്ള അതേ കിതാബിൻ്റെ 305-ാമത്തെ പേജിൽ പോയി നോക്കിയാൽ മതി നിങ്ങൾ. ഇനി വേറെ ഒന്നുകൂടിയും ഈ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു മുശ്രിക്കെന്ന് വിളിച്ച വേറൊരു ഫത്വ കൂടി വായിച്ചു തരാം. അതും കൂടി കേൾക്കണം സുബൈർ മൗലവി. ഇത് അദ്ദേഹത്തിൻ്റെ ജാമിഉൽ മസായിൽ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ 145-ാമത്തെ പേജിൽ കാണാം. അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഈ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, മരിച്ച ഷെയ്ഖന്മാരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഖബറിൽ പോയി തബറക്ക് എടുക്കുന്ന അങ്ങനത്തെ ആളുകൾ അവരെ ഹുക്കുമെന്താ ചോദിക്കണേ? അദ്ദേഹം പറയുന്നുണ്ട്, മനിസ്തിഗാസ ബി മയ്യത്തിന വായിബിൻ ബഷർ ബിൽ ബഷറി ബിഹൈസി യദുഹു ഫി ഷദായിദ് ബിൽ ഖുർബാത്ത് വയതുലു ബിൽ ഖദാഇൽ ഹവായിജ് വയഖൂൽ യാ സയ്യിദി ഷെയ്ഖ് ഫുലാൻ എന്ന് പറഞ്ഞിട്ട് അറബി ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്കത് നോക്കിയാൽ കാണാം. ജാമിഉൽ മസായിൽ 145-ാമത്തെ പേജിലാണ് ഈ ഫത്വ തുടങ്ങുന്നത്. ഒരു 3-4 പേജുണ്ട് ഈ ഫത്വ. ആ ഫത്വയിൽ അദ്ദേഹം പറയണേ, ആരാണോ മയ്യത്തിനോട് ഇസ്തിഗാസ ചെയ്തത്, അതല്ലെങ്കിൽ ഗായിബിനോട്, അദൃശ്യനായവരോട്, മിനൽ ബഷറി, ജനങ്ങളിൽ മനുഷ്യന്മാരിൽപ്പെട്ട ഗായിബിനോടോ അല്ലെങ്കിൽ മയ്യത്തിനോടോ, മനുഷ്യന്മാരിൽപ്പെട്ട മയ്യത്തിനോട് ഗായിബിനോട് വരെ ചെയ്യുന്നത് ശിർക്കാന്ന് അദ്ദേഹം പറയുന്നത്. ശ്രദ്ധിച്ചുകൊണ്ട്, മയ്യത്തിനോടോ ഗായിബിനോടോ ഇസ്തിഗാസ ചെയ്യുകയും ഫയഖൂൽ യാ സയ്യിദി ഷെയ്ഖ് ഫുലാൻ, എൻ്റെ നേതാവായ ഇന്നവനെ, അനഫി ഹസ്ബിക ഫജവായിക, ഞാൻ നിന്നിൽ ആവശ്യക്കാരനാണ്, ഔ യഖൂൽ ഇന്ദ ഹജുമുൽ അദു അലൈ, അല്ലെങ്കിൽ ശത്രു ഓനെ കീഴ്പ്പെടുത്താൻ വരുമ്പോൾ ഈ ഷെയ്ഖിനോട് ഇസ്തിഗാസ ചെയ്യുന്ന, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഫഇന്ന ഹാസ ളാലുൻ, ഈ ആള്, ഒരാളെ കുറിച്ചാണ് പറയുന്നത്, ഈ മനുഷ്യൻ, ഈ മരിച്ച ഷെയ്ഖിനെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖാണെങ്കിലും അദൃശ്യനായ ഷെയ്ഖിനെ, അങ്ങനെയുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇസ്തിഗാസ ചെയ്യുന്ന ആ ആളെ, ഇന്ന ഹാദ, ഇന്ന ആൾ, ഇവൻ ളാലുൻ, ഇവൻ വഴിപിഴച്ചവനാണ്, ജാഹിലുൻ, വിവരം കെട്ടവനാണ്, മുശ്രിക്കും, അവൻ മുശ്രിക്കുമാണ്. എന്താണ് സുബൈർ മൗലവിൻ്റെ കൂട്ടരെ ഇബ്നു തൈമിയ്യ പറഞ്ഞതാണ് ഇത്ര ആളെ കുറിച്ച്, മരിച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ കുറിച്ച് മുശ്രിക്ക് എന്നാണ് പറഞ്ഞത്. ഇബ്നു തൈമിയ്യ എവിടെയെങ്കിലും പറഞ്ഞോ ഇങ്ങനെ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളെ മുശ്രിക്ക് എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടീഷൻ നോക്കണമെന്ന് പറഞ്ഞോ? ഇല്ല, അത് ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടില്ല. ശിക്ഷിക്കുന്നതിന് മുമ്പ് ഹുജ്ജത്ത് സ്ഥാപിക്കണം എന്ന് പറയും. എന്താ? തക്ഫീർ ചെയ്യുന്നതിന് മുമ്പ് ഹുജ്ജത്ത് സ്ഥാപിക്കണം. ഈ ആളെയാണെങ്കിലും തക്ഫീർ ചെയ്യുന്നതിന് മുമ്പ് ഹുജ്ജത്ത് സ്ഥാപിക്കണം എന്ന് ഇബ്നു തൈമിയ്യ പറയും. അതിനർത്ഥം തക്ഫീർ ചെയ്യുന്നതിന് മുമ്പ് ഹുജ്ജത്ത് സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ
ഹുജ്ജത്തായിട്ടില്ല, തക്ഫീർ ചെയ്യേണ്ട, അതുകൊണ്ട് മുസ്ലിമായി എന്നല്ല, ആളെ പേര് മുശ്രിക്കാണ്. അപ്പോൾ ഹുജ്ജത്ത് സ്ഥാപിച്ചിട്ട് തക്ഫീർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ മുശ്രിക്കാണ്. എന്നാൽ അവനെ ഹുജ്ജത്ത് സ്ഥാപിച്ചിട്ട് തക്ഫീർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവനെ ശിക്ഷിക്കുന്നതിന് മുമ്പ് അവന് ഇതൊന്നും കൂടി പറഞ്ഞു കൊടുക്കണം. അത് നിങ്ങൾക്കറിയില്ലേ? ഒരു ഇസ്ലാമിക രാഷ്ട്രമാണെന്നുണ്ടെങ്കിൽ എന്ത് ശിർക്ക് ചെയ്തവനാണെങ്കിലും അവനെ കോടതിയിൽ കൊണ്ടുവന്ന് അവനോട് ഇത് പറയുമെന്ന്, മാറിക്കോ, അല്ല പറഞ്ഞതാണെന്ന് പറഞ്ഞ് മാറിക്കോ. അതാണ് ഹുജ്ജത്ത് സ്ഥാപിക്കുക. അവനൊന്നുകൂടി അല്ല പറഞ്ഞു കൊടുത്തിട്ട് അവനോട് തൗബ ചെയ്ത് മടങ്ങാൻ പറയും. എന്നിട്ടും മടങ്ങിയില്ലെങ്കിൽ അവനെ വധിക്കപ്പെടും, അവൻ വധശിക്ഷ വിധിക്കപ്പെടും. അത് ഇതേ ഫത്വയിൽ ഇബ്നു തൈമിയ്യ പറയും. അതാണ് ഈ ഹുജ്ജത്ത് സ്ഥാപിച്ച് തക്ഫീർ ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഹുജ്ജത്ത് സ്ഥാപിക്കുന്നത് വരെ തക്ഫീർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓനെ മുസ്ലിം എന്ന് പറയണം എന്നല്ല. സുബൈർ മൗലവിയും കൂട്ടരെ, നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങൾ ദീൻ പഠിക്കൂ. കാരണം അള്ളാഹു അല്ലാതെ സൃഷ്ടികളെ ആരാധിക്കുന്നവൻ അവന് ആരായാലും, അവനിനി ഖുർആൻ എത്തിയിട്ടില്ലെങ്കിൽ പോലും അവൻ്റെ പേര് മുശ്രിക്കാണ്. അതിനുള്ള തെളിവ് ഞാൻ നിങ്ങൾക്ക് വേറെ തരാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു തരാം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരാം. അള്ളാഹിൻ്റെ മേലെ വേറെ ഒന്നും വേണ്ട. എങ്കിലും നിങ്ങൾ ഇബ്നു തൈമിയ്യ പറഞ്ഞത് കൊണ്ട് ദുർവ്യാഖ്യാനിക്കുന്ന ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. നിങ്ങൾ ഇബ്നു തൈമിയ്യയുടെ മനഹജിലല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമാക്കി കൊടുക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ ഫത്വയിൽ അദ്ദേഹം പറയണം, ഇബ്നു തൈമിയ്യ പറയണ, ഈ മരിച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ ളാലുൻ ജാഹിലുൻ മുശ്രിക്കുൻ, അവൻ വഴിപിഴച്ച വിവരം കെട്ട മുശ്രിക്കാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇതിൽ അദ്ദേഹം കുറേ തെളിവുകളൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഈ ഫത്വയുടെ ലാസ്റ്റ് ഭാഗത്തോട്ട് വരുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നത്, വഹാദ ഷിർക്ക്, ഈ ഷിർക്ക് ഇദാ കാമത്ത് അലൽ ഇൻസാനിൽ ഹുജ്ജത്ത് ഫി വലം യൻതഹി, ഈ ഷിർക്ക് ചെയ്യുന്ന ആൾ തന്നെ, അതായത് ഈ മുശ്രിക്കാണെന്ന് അദ്ദേഹം പറഞ്ഞ ആളെ കുറിച്ചാണ് പറയുന്നത്. ഇത് 151 പേജിലോട്ടെത്തി. ബാക്കിയുള്ള പേജിലൊക്കെ ഇതിന് കുറേ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, കുറേ തെളിവുകളൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയണം, ഈ ഷിർക്ക്, അതായത് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ഷിർക്ക് ചെയ്യുന്ന ആൾ തന്നെ, ഇതാ കാമത്തൽ ഇൻസാൻ ഹുജ്ജത്ത് ഫി വലം യൻതഹി, ആ കാര്യത്തിൽ ആ ഇൻസാൻ്റെ, ആ മനുഷ്യൻ്റെ മേലിൽ ന്യായം സ്ഥിരപ്പെട്ടിട്ടും അയാൾ അതിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ, ന്യായം സ്ഥിരപ്പെടെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഖുർആൻ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഖുർആൻ ഒന്നും കൂടി പറഞ്ഞു കൊടുത്താൽ മതി, എന്നിട്ടും അയാൾ പിന്മാറിയില്ല എങ്കിൽ വജബ ഖത്ലു കഖത്ലി അംസാലിൽ മിനൽ മുശ്രിക്കീന, അയാളെ മറ്റ് മുശ്രിക്കുകൾ പോലെ വധിക്കുന്നത് പോലെ തന്നെ അയാളെയും വധിക്കപ്പെടേണ്ടതുണ്ട്. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലെ കാര്യമാണ് പറയുന്നത്. എന്താണ് എഴുതിയിട്ടുള്ളത്? വജബ ഖത്ലു കഖത്ലി അംസാലിഹി മിനൽ മുശ്രിക്കീൻ, അവനെപ്പോലുള്ള മുശ്രിക്കുകളെ വധിക്കുന്ന പോലെ വധിക്കണം. അവനും കൂടി അപ്പോഴും അവനെ മുശ്രിക്കുകളെ പേട്ടിലാണ് കൂട്ടിയിട്ടുള്ളത്. വജബ ഖത്ലു കഖത്ലി അംസാലിഹി മിനൽ മുശ്രിക്കീൻ, ആ മുശ്രിക്കുകളിൽപ്പെട്ട അവനെപ്പോലുള്ള ആളുകളെ വധിക്കുന്നത് പോലെ അവനെയും വധിക്കപ്പെടണം എന്നാണ് പറഞ്ഞത്. അവനെ മുസ്ലിമായിട്ടും അപ്പോഴും കൂട്ടിയിട്ടില്ല. അപ്പം വധിക്കുന്നതിന് മുമ്പ്, ശിക്ഷിക്കുന്നതിന് മുമ്പ് അവൻ്റെ പേരിൽ എന്ത് ചെയ്യണം? ഹുജ്ജത്ത് സ്ഥിരപ്പെടണം. അതെന്താണ് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കണം. അതാണ് അദ്ദേഹം പറഞ്ഞ ഹത്താ യതബയ്യന ലഹും മാ ജാഹിബ് റസൂൽ എന്ന് മറ്റു സ്ഥലത്ത് പറഞ്ഞത്. മറ്റ് ഇബാറത്തിൽ സുബൈർ മൗലവി ദുർവ്യാഖ്യാനിച്ച ഇബാറത്ത് പറഞ്ഞ ആ ബയാൻ അതാണ്. വലം യുദ്ഫൻ, എന്നിട്ട് പറയണേ അദ്ദേഹം വീണ്ടും ഈ ഫത്തിൽ വറോം യുദ്ഫൻ ഫി മക്കാബിൽ മുസ്ലിമീൻ, മക്കാബിൽ മുസ്ലിമീങ്ങളെ കബറിടത്തിൽ അവനെ മറമാടാൻ പാടില്ല. വലം യുസല്ല അലൈഹി, അവന് വേണ്ടി നമസ്കരിക്കാൻ പാടില്ല. വമ്മ ഇസാഖാൻ ജാഹിലം ലം യബ്ലുഗു ഹിൽം, അവന് ഒരിക്കലും അറിവില്ലാത്ത ആളായിരുന്നു എങ്കിൽ, വലം യാരിഫ് ഹഖീഖത്ത് ഷിർക്ക് അല്ലദീ ഖാതല നബി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്ത ആ ഷിർക്ക് എന്താണ് എന്ന് അറിയാത്ത ആളായിരുന്നു എങ്കിൽ, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്തുണ്ടായിരുന്ന മുശ്രിക്കുകളോട് എന്ത് ഷിർക്കിൻ്റെ എതിരായിട്ടാണ് യുദ്ധം ചെയ്തത്, അതല്ലെങ്കിൽ ആ യുദ്ധം ചെയ്ത എന്ത് ഷിർക്കാണ്, അതിനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ല എങ്കിൽ, ഫഇന്നഹു ലാ യുഹ്കം ബികുഫ്രിഹി, അങ്ങനെയുള്ള ഒരാളാണ് എങ്കിൽ, അതായത് ആ ജഹല്, ഞാൻ നേരത്തെ പറഞ്ഞ ജഹല്, റിസാലത്തിൻ്റെ ജഹല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ മുശ്രിക്കിനോടും അബൂജഹലിനോടൊക്കെ എന്ത് ഷിർക്കിനെതിരെയാണ് യുദ്ധം ചെയ്തത് എന്ന കാര്യം ഇയാൾക്ക് അറിയില്ല എങ്കിൽ, ലാ യഹ്കും ബികുഫ്രിഹി, അവനെ കുഫ്ർ കൊണ്ട് വിധിക്കരുത്. വലാ സിയമൻ, എസ്പെഷ്യലി പ്രത്യേകിച്ച് വഖദ് കസറഹാദ ഷിർക്ക് ഫിൽ മുൻതസിമിൽ ഇസ്ലാം, അവൻ്റെ മേലിൽ കുഫ്ർ കൊണ്ട് വിധിക്കരുത്. പ്രത്യേകിച്ചും നമ്മളെ ഇസ്ലാമിലാണ് എന്ന് വാദിക്കുന്ന, ഇസ്ലാമിലോട്ട് ചേർത്തി പറയുന്ന ധാരാളം ആളുകളിൽ പോലും ഇതറിയാത്തവരുണ്ട്. ഇസ്ലാമിലോട്ട് ചേർത്തി പറയുന്ന പല ആളുകളിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനു വേണ്ടിയാണ്, എന്ത് ശിർക്കിനെതിരെയാണ് മക്കത്തെ മുശ്രിക്കിനോട് പോരാടിയത്, യുദ്ധം ചെയ്തത് എന്നത് അറിയാത്ത, ആ ശിർക്ക് അറിയാത്തതെന്ന് പറഞ്ഞാൽ തൗഹീദും അറിയില്ല, അതറിയാത്ത ആളുകൾ ഇന്നും ഇസ്ലാമിലാണ് എന്ന് വാദിക്കുന്ന ആളുകളിൽ പോലും ഉണ്ട് പ്രത്യേകിച്ചും. അതുകൊണ്ട് വഹുവ ബഅദ ഖിയാമൽ ഹുജ്ജതി കാഫിറൂൻ, അങ്ങനെയുള്ള ആളുകളുടെ മേലിൽ ഈ ന്യായം സ്ഥാപിക്കപ്പെട്ടാൽ അവർ കാഫിറാണ്. ന്യായം സ്ഥാപിക്കപ്പെട്ടാന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ അയാളെ ശിക്ഷിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്.
അപ്പോൾ ഇസ്ലാമിലാണ് എന്ന് വാദിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞ പോലെ എന്താണ് ശരിയായ തൗഹീദ്, എന്താണ് ശിർക്ക്, എന്തിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനോടും കൂട്ടരോടും പടവെട്ടിയത് എന്നൊന്നും ശരിക്കും അറിയാത്ത ആളുകൾ ഇന്നും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ കാര്യം പറഞ്ഞിട്ടാ, നമ്മളെ കാലഘട്ടത്തിലെ കാര്യമില്ല. പ്രത്യേകിച്ച് മനസ്സിലാക്കണം, 800-700 വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് പറയേണ്ടത്, ഫത്വയിലുള്ള കാര്യം പറയുന്നത്. നമ്മളെ നാട്ടിലെ സമസ്തക്കാരെ കാര്യമല്ല പറയുന്നത്. കേൾക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ 2024 കാര്യമല്ല പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയണേ, അന്നും റസൂൽ എന്തിനാണ് പടവെട്ടിയത് എന്ന ആ ശിർക്ക് എന്താണ്, ആ തൗഹീദ് എന്താണെന്ന് അറിയാത്ത ആളുകൾ ഇസ്ലാമിലാണ് എന്ന് പറയുന്ന ആളുകൾ പോലും ഉണ്ട്. അപ്പോൾ അവർക്കത് അറിയിച്ചു കൊടുത്തതിന് ശേഷം അവരെ ശിക്ഷിക്ക് ചെയ്യണം. ഖിയാമൽ ഹുജ്ജത്തി കാഫിറുൻ, അവർ ആ ന്യായം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ കാഫിറാണ് എന്ന് പറഞ്ഞതിനർത്ഥം അവർ ശിക്ഷക്ക് അർഹരാണെന്നാണ്. അതിനർത്ഥം ഖിയാമുൽ ഹുജ്ജത്ത് ആയില്ല എന്നതുകൊണ്ട് അവർ മുസ്ലിമാണ് എന്നല്ല സുബൈർ മൗലവി. ദയവ് അത് മനസ്സിലാക്കണം. ഷിർക്ക് ചെയ്യുന്നവൻ, ബഹുദൈവാരാധന ചെയ്യുന്നവൻ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഖിയാമുൽ ഹുജ്ജ ഉണ്ടെങ്കിലും ഖിയാമുൽ ഹുജ്ജ ഇല്ലെങ്കിലും, റസൂൽ വന്നതിന് ശേഷവും റസൂൽ വരുന്നതിന് മുമ്പും, ഖുർആൻ വന്നതിന് ശേഷവും ഖുർആൻ വന്നതിന് മുമ്പും എല്ലാം അള്ളാഹു അല്ലാതെ സൃഷ്ടികൾ ആരാധിക്കുന്നതിൻ്റെ പേര് മുശ്രിക്കാണ്. ആ കാരണം കൊണ്ട് അയാൾ കാഫിറുമാണ്. എന്നാൽ ശിക്ഷിക്കപ്പെടുന്ന കുഫർ, അയാളുടെ പേരിൽ കുഫർ സ്ഥിരപ്പെടുത്തിയ ഒരു ശിക്ഷയുണ്ട്. ആ ശിക്ഷയ്ക്കും കുഫർ എന്ന് പറയും, തക്ഫീർ എന്ന് പറയും. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ബോധമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്ന പണ്ഡിതന്മാരില്ലേ, സൗദിയിൽ പൊയ്ക്കോളൂ. റബി അൽ മദ്ഖലി, ഷെയ്ഖ് ബാസ്മൂലൊക്കെ നിങ്ങൾ അറിയുന്ന ആളുകളാണ്. നിങ്ങൾ വാദം പറയാറുണ്ടല്ലോ, അവരുടെ അടുത്ത് പോയി ഇരുന്ന് ഈ വിഷയം പഠിക്കൂ. ഷെയ്ഖ് സ്വാലിഹ് ഫൗസാന്റെ ഫത്വകൾ കേൾക്കൂ. നജീദിലെ മറ്റ് ഇമാമിങ്ങൾ, ഇബ്നു അബ്ദുൽ വഹാബും മറ്റ് ഇമാമിങ്ങളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരും എല്ലാം എഴുതിയ കിതാബുകൾ നിങ്ങൾ പഠിക്കൂ. തക്ഫീർ എന്ന് പറഞ്ഞാൽ ഒരാളെ കാഫിർ എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമാണോ ഉപയോഗിക്കുന്നത്? ആണോ? അതോ ശിക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമോ? അതൊന്നും നിങ്ങൾ വിശദീകരിച്ച് പഠിക്കൂ. പണ്ഡിതന്മാരെ കൗലുകളെ നിങ്ങൾക്ക് തോന്നിയ പോലെ ഖുർആനെതിരെ വ്യാഖ്യാനിക്കല്ലേ. അള്ളാഹു പറഞ്ഞതാണ് ഖുർആനിൽ, കുലിയായു അൽ കാഫിറു ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അള്ളാഹുവിനല്ലാതെ സൃഷ്ടികളെ ആരാധിക്കുന്നവരെ പേര് കാഫിറും മുശ്രിക്കുമാണെന്ന് അള്ളാഹു കൊടുത്താണ് അല്ലേ. വലാ തദൂ മഅ അല്ലാഹി ഇലാഹൻ ആഖർ വലാ തകും മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കുകളിൽ പെട്ടവനാകരുത്. വലാ തദൂ മഅ അല്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക, നീ മുശ്രിക്കുകളിൽ പെടരുത് എന്ന് പറയാം അള്ളാഹ്. എന്നിട്ട് പറയും, എന്താണ് ആ മുശ്രിക്ക്? ആരാണ് ആ മുശ്രിക്ക്? അള്ളാഹുവിന് പുറമെ നിനക്ക് ഗുണമോ ദോഷമോ വരുത്താൻ പറ്റാത്തവരെ നീ വിളിച്ച് പ്രാർത്ഥിക്കരുത്. അള്ളാഹു അല്ലാത്തവരെ സൃഷ്ടിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ പേര് മുശ്രിക്ക്. ഖുർആനിലല്ല പറഞ്ഞാണ്. കാഫിർ ഖുർആനിലല്ല പറഞ്ഞാണ്. അങ്ങനെയുള്ള മുശ്രിക്കും കാഫിറുമായ ഒരാളുടെ പേരിൽ പിന്നെ പണ്ഡിതന്മാർ അവനെ ഖിയാമുൽ ഹുജ്ജ വരുന്നത് വരെ തക്ഫീർ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവനെ ശിക്ഷിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സുബൈർ മൗലവിൻ്റെ കൂട്ടര് അതുപോലെ ഈ വിഷയത്തിൽ ഇങ്ങനെ വഴിവെപ്പിക്കുന്ന പണ്ഡിതന്മാർ, പ്രഭാഷകന്മാർ എന്ന് പറയുന്ന ആളുകൾ ജനങ്ങളെ ധാരാളം സലഫികൾ എന്ന് പറയുന്ന ആളുകളെയും ഈ വിഷയത്തിൽ വഴികേടിലാക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ മൊയ്തീൻ ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ബദരീങ്ങൾക്ക് പച്ചക്ക് റോട്ടിലിരുന്ന് നേർച്ച നടത്തുന്നവനെ മുസ്ലിമായിട്ട് കാണണമെന്ന് ഇവർ സ്റ്റേജിൽ കയറിയിട്ടും ക്ലാസ് എടുത്തുകൊണ്ടും ജനങ്ങളോട് പറയുന്നു. കുഫ്ർ, വല്ലാഹി കുഫ്റാണത് സുഹൃത്തുക്കളെ. ഇതിൽ നിന്ന് പിന്മാറണം. നസീഹത്തോടു കൂടി പറയണം. ജനങ്ങളെ കാഫിറാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളല്ല നമ്മൾ. ഇത് തെറ്റാണ്. നിങ്ങളിത് പഠിക്കണം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾ സൗദി അറേബ്യയിലോട്ട് പോകൂ. ഇന്നും ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ അവിടെ ഇരിപ്പില്ലേ, ഹഫിളഹുല്ലാ, ഷെയ്ഖ് സുഹൈമി ഇല്ലേ, അബ്ദുൽ അസീസ് ആലി ഷെയ്ഖില്ലേ, എത്ര വലിയ പണ്ഡിതന്മാരുണ്ട്. അവിടെ പോയിരുന്നു നിങ്ങൾ ഈ വിഷയം ഒന്ന് പഠിച്ചൂടെ? ഞങ്ങളെ നാട്ടിൽ കുബൂരികളുണ്ട്, അവർക്ക് എല്ലാ അറിവും കിട്ടിയിട്ടുണ്ട്. അവരെല്ലാവരും തൗഹീദിനെതിരെ നിൽക്കുന്നവരാണ്. ഞങ്ങൾ അവരെ മുസ്ലിങ്ങളായിട്ട് തന്നെ കാണുന്നു. അനുവദനീയമാണോ? അവർ പറയും അനുവദനീയമല്ലാന്ന്. നിങ്ങൾ ഇവിടുത്തെ അവസ്ഥ അവിടെ പോയി സത്യം പറഞ്ഞാൽ അവർ പറയും. അതല്ല ഇവിടെ നിന്ന് അവിടെ പോയി നിങ്ങൾക്ക് തോന്നിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയ രീതിയിലുള്ള ഉത്തരം അവർ തരും. ഇവിടുത്തെ അവസ്ഥ പറയുമ്പോൾ സത്യം പറഞ്ഞു കൊടുക്കണം. സത്യം പറഞ്ഞാൽ അവർ അതിനനുസരിച്ച് 10 തരും. ഒരിക്കലും അനുവദനീയ സഹോദരന്മാരെ, ശിർക്ക് ചെയ്യുന്ന ഒരാളെ ഒരിക്കലും മുസ്ലിം എന്ന് പറയാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തു പോകും. ഇനി ഏത് കാലത്ത് ബഹുദൈവാരാധന ശിർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ആ ആളുടെ പേര് മുശ്രിക്കാണ് എന്നുള്ളതിന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞ തെളിവ് ഞാൻ സുബൈർ മൗലവിക്ക് കാണിച്ചു തരാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ മജ്മൂ അൽ ഫതാവയിൽ 20ാമത്തെ വോള്യൂമിൽ 38ാമത്തെ പേജിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഫസ്മുൽ മുശ്രിക്
സബത ഖബല റിസാലത ഫഇന്നഹു യുശ്രികു ബിറബ്ബി വഅദിൽ ബി വജലു മഅഹു ആലിയത ഉഖറ വജലു അൻദാദ ഖബല റസൂൽ വയസ്ബിതു അന്ന ഹാദിൽ അസ്മാ മുഖദ്ദമ അലൈഹി വകസാലിക ഇസ്മുൽ ജാഹിലി വൽ ജാഹിലിയ യുഖാലു ജാഹിലിയത വജാഹില ഖബല മജീ റസൂൽ വഅമ്മ തഅസീബ് ഫലാ. ഇതിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മജ്മൂഉൽ ഫതാവയിൽ 20ാമത്തെ വോള്യൂം 38ാമത്തെ പേജ് 37-38 പേജുകളായിട്ട് കാണാം. ഓക്കെ, അത് ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. എന്താണ് അതിൽ ഷെയ്ഖുൽ ഇസ്ലാം എഴുതിയിട്ടുള്ളത്? ഫൈസ്മുൽ മുഷ്രിഖ് സബത ഖബ്ല റിസാല. മുഷ്രിഖ് എന്ന പേര് റിസാലത്തിന് മുമ്പേ സ്ഥിരപ്പെട്ടതാണ്. അതായത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും വരുന്നതിന് മുമ്പേ മുഷ്രിഖ് എന്ന പേരുണ്ട്. ഫഇന്നഹു യുശ്റകു ബിറബ്ബി വയഅദിലു ബി വജഹലു മഅ ആലിയതൻ ഉഖറ വജഹലു ലഹു അൻദാദൻ ഖബ്ല റസൂൽ വയസ്ബിതു അന്ന ഹാദിൽ അസ്മാ മുഖദ്ദമൻ അലൈഹാ. എന്ന് പറഞ്ഞാൽ മുശ്രിക്ക് എന്ന പേര്, ഒരാളുടെ മേൽ മുശ്രിക്ക് എന്ന പേര് സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ റസൂല് വരുന്നതിന് മുമ്പ് തന്നെ. എങ്ങനെ, എന്തുകൊണ്ട്? കാരണം ഫഇന്നഹു യുശ്റകു ബിറബ്ബി വയഅദിലു ബി വജഹലു മഅ ആലിയതൻ ഉഖറ വജഹലു അൻദാദൻ ഖബ്ല റസൂൽ. റസൂല് വരുന്നതിന് മുമ്പേ ഈ പറഞ്ഞ ആൾ അള്ളാഹുവിൽ പങ്കു ചേർത്തത് കാരണം, അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ വിളിച്ച് പ്രാർത്ഥിച്ചത് കാരണം, അള്ളാഹുവിന് സമന്മാരെ സ്ഥാപിച്ചത് കാരണം ഒക്കെ ആ ആളുടെ മേലിൽ മുശ്രിക്ക് എന്ന പേര് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മുശ്രിക്ക് എന്ന പേര് റിസാലത്ത് വന്നില്ല എന്നുകൊണ്ടത് മാറുന്നില്ല. റിസാലത്ത് വരുന്നതിന് മുമ്പും ശിർക്ക് ചെയ്യുന്നതിൻ്റെ പേര് മുശ്രിക്ക് എന്ന് തന്നെയാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നു. വയസുബ്ബിതു അന്ന ഹാദിൽ അസ്മാ മുഖദ്ദമുൻ അലൈഹ. ഈ പേരുകളെല്ലാം അതിന് മുമ്പേ സ്ഥിരപ്പെട്ടതാണ്. വകദാലിക ഇസ്മുൽ ജഹലി വൽ ജാഹിലിയ. ജഹലും ജാഹിലിയ എന്ന പേര് മുമ്പ് സ്ഥിരപ്പെട്ട പോലെ യുക്കാലു ജാഹിലിയത്തൻ വ ജാഹിലിയൻ, ജാഹിലത്തും ജാഹിലും എന്ന് പറയാവുന്നതാണ്. ഖബല മജീ റസൂൽ, റസൂലിന് മുമ്പ്. വഅമ്മ തഅസീബു ഫലാ, എന്ന ശിക്ഷ അങ്ങനെയല്ല. ഇത് സുബൈർ മൗലവി പഠിക്കണം. മജ്മൂ ഫത്വ 20ാം വോള്യം 38ാമത്തെ പേജിൽ വായിക്കണം. 37-38 2 പേജിലായിട്ടാണ്. പല കിതാബിലും പല ഇതിലായിരിക്കും. ഇതിലെന്താണ് ഈ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത്? മുശ്രിക്ക് എന്ന പേര് റസൂൽ വരുന്നതിന് മുമ്പും ഒരാളിൽ സ്ഥിരപ്പെട്ടു, അയാൾ ശിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. എന്നാൽ അമ്മ തഅസീബ് ഫലാ, എന്നാൽ ശിക്ഷ അങ്ങനെയല്ല. ശിക്ഷ സ്ഥിരപ്പെടണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് റിസാലത്ത് കിട്ടിയിരിക്കണം. റിസാലത്ത് കിട്ടിയ ആളെ തക്ഫീർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിനർത്ഥം റിസാലത്ത് കിട്ടിയ ആൾ ശിർക്ക് ചെയ്താൽ തക്ഫീർ, അയാളെ മുസ്ലിം എന്ന് പറയണമെന്നല്ല. അയാളെ ശിക്ഷിക്കാൻ റിസാലത്ത് കിട്ടിയാലേ പാടുള്ളൂ എന്നുള്ളതാണ്. അത് ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് ദുനിയാവിലുള്ള ശിക്ഷയാണെങ്കിലും ആഖിറത്തിൽ അള്ളാഹു ശിക്ഷിക്കുന്നതാണെങ്കിലും അയാൾക്ക് റിസാലത്തിൻ്റെ തൗഹീദിൻ്റെ സന്ദേശം കിട്ടി എന്ന് ഉറപ്പായതിനു ശേഷമേ അള്ളാഹു ശിക്ഷിക്കുള്ളൂ. അതാണ് ന്യായം, അതാണ് ഹുജ്ജത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സുബൈർ മൗലവി മനസ്സിലാക്കേണ്ട കാര്യം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഫത്വ എടുത്തുകൊണ്ട് ഒരിക്കലും സമസ്തക്കാരെ കാഫിറല്ല, അവർ മുസ്ലിങ്ങൾ തന്നെ, അവർ സൃഷ്ടികളെ ആരാധിക്കുന്നുണ്ടെങ്കിലും അവരെ പേര് മുസ്ലിമാണ്, അവരെ മുസ്ലിം എന്നേ പറയാൻ പാടുള്ളൂ, അവരോട് മുസ്ലിമീങ്ങളോടുള്ള നിലപാട് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് പച്ചയായ ദുർവ്യാഖ്യാനവും പിഴച്ചവാദവും നിങ്ങളെ തന്നെ മതത്തിൽ നിന്ന് പുറത്താക്കുന്നതുമായ കുഫ്റാണ്. കാരണം നിങ്ങൾ 3ാം നാക്കിൽ വീണുപോയി. നിങ്ങൾ ബദരീങ്ങളെ ആരാധിക്കുന്ന സമസ്ത കുബൂരിയെ മുസ്ലിമായി അംഗീകരിച്ചതോടുകൂടി നിങ്ങൾ 3ാം നാക്കിൽ വീണുപോയി. മല്ലം യുക്കഫിറൽ മുശ്രിക്കിനെ തക്ഫീർ ചെയ്യാത്തവൻ ആരാണോ, കാഫിറാക്കാത്തവൻ ആരാണോ, അവൻ മതത്തിൽ നിന്ന് പുറത്തുപോയി എന്നതിൽ വീണ് നിങ്ങളും നിങ്ങളുടെ ഈ വിശ്വാസമുള്ള കൂട്ടരും പുറത്തു പോകും. നിങ്ങൾ പോവരുത്. അതുകൊണ്ടാണ് നമ്മളിത് ബയാൻ തരുന്നത്. ഫത്വകൾ എത്ര വേണം നിങ്ങൾക്ക്? എന്തിനാണ് ഫത്വയിലൂടെ നോക്കണം? അള്ളാഹുവിൻ്റെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതല്ലേ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങൾ പഠിക്കണം. ഇതൊരു നസീഹത്താണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പഠിച്ച് നിങ്ങളിതിലൊരു കറക്ഷൻ വരുത്തും എന്ന് പ്രത്യാശിക്കുന്നു. അള്ളാഹു നിങ്ങൾക്കും നിങ്ങളെ കൂടുതൽ ആളുകൾക്കും ഇത് മനസ്സിലാക്കി തരട്ടെ. അതുപോലെ മറ്റ് സലഫികൾക്കും ഇത് അള്ളാഹു മനസ്സിലാക്കി കൊടുക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാരിക അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.